ഹായ് കൂട്ടരെ, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായരുടെ തീരുമാനം നടപ്പിലാക്കാനായി തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന്റെ ഭാഗമായി രാഘവൻ നായർ പിള്ളയും കൂട്ടി നേരെ ഒരു ജുവലറിക്ക് മുന്നിലേക്ക് എത്തിയതായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പിള്ളയ്ക്കാകെ സംശയമായത്. അല്ല, നമ്മൾ എന്തിനാ സാറേ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, എൻ്റെ പിള്ളേ, നമ്മളെ ഇവിടെ നടത്താൻ പോകുന്നത് ചെറിയൊരു ചടങ്ങൊന്നുമല്ല. അതുകൊണ്ടേ അവർക്ക് ഓരോരുത്തർക്കും രണ്ടുപേർക്കും പരസ്പരം കൈമാറി ഇടാനായിട്ട് ഓരോ മോതിരം വാങ്ങിക്കണല്ലോ, അതിനുവേണ്ടിയാണെന്ന് പറഞ്ഞ് രാഘവൻ നായർ പിള്ളയും കൂട്ടി ആ ജ്വല്ലറിയിലേക്ക് കയറി. അതിനുശേഷം ജ്വല്ലറിലെ വാതിക്കലെത്തിയ പിള്ള ചോദിച്ചു, അല്ല സാറേ, അതിനൊക്കെ പണം വേണ്ടേ എന്നന്വേഷിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, എടോ താൻ പിന്നെ കൈ പിടിച്ചിരിക്കുന്ന കവർ എന്തിനാ? അതിനൊക്കെയുള്ള പണം ഞാൻ സെറ്റ് ചെയ്തിട്ടാണോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞതും രാഘവൻ നായർ പറഞ്ഞത് വിശ്വസിക്കാനാകാതെ പിള്ള വേഗം തൻ്റെ കയ്യിലിരുന്ന ആ കവർ ഒന്ന് തുറന്നു നോക്കി. അതിൽ കെട്ടുകണ 500ന്റെ കെട്ടുകൾ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴേക്കും പിള്ളയാകെ ഞെട്ടി. ദൈവമേ, അപ്പൊ ഇതൊക്കെയായിട്ടാണോ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ആലോചിച്ച് രാഘവൻ നായരെ നോക്കി നിൽക്കുകയാണ് പിള്ള. ഉടനെ രാഘവൻ നായർ നിർബന്ധം കൂട്ടി വേഗം തന്നെ ആ ജ്വല്ലറിക്ക് അകത്തേക്ക് കയറി. അവിടെ ചെന്നതും രാഘവൻ നായർ തനിക്ക് ആഗ്രഹമുള്ളതുപോലെ തന്നെ ഒരു താലിമാല അവിടെ സെലക്ട് ചെയ്തു. താലി സെലക്ട് ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും പിള്ള അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല സാറേ, ഇതെന്തിനാ എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, എടോ ഇതൊക്കെ ആവശ്യമുണ്ട്. നാളെ നടക്കാൻ പോകുന്ന ചെറിയൊരു ചടങ്ങൊന്നുമല്ല. അവരുടെ വിവാഹത്തിനോ എനിക്ക് ഭംഗിയായി പങ്കെടുക്കാനോ അവർക്ക് ആവശ്യമുള്ളതുപോലെ ഒരു കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഇത്തവണ അത് ഗംഭീരമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. അവരെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം ഇതോടെ ഒഴിവാക്കണം. അതിനുവേണ്ടിയാണോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ പറഞ്ഞതനുസരിച്ച് അവിടെ നിന്ന് പിള്ള സാധനങ്ങൾ വാങ്ങിച്ചു. രാഘവൻ നായരുടെ കയ്യിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ച് പിള്ള പറഞ്ഞതനുസരിച്ച് രാഘവൻ നായർ സാധനങ്ങളെല്ലാം വാങ്ങി പിള്ളയോട് ബില്ല് അടയ്ക്കാനായിട്ട് അറിയിച്ചു. ബില്ല് പേ ചെയ്ത് കഴിഞ്ഞതും സാധനങ്ങളുമായിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാഘവൻ നായരുടെ കയ്യിലേക്ക് കൊടുത്ത കവറുകളിൽ ഒന്ന് പിള്ള എടുക്കാൻ മറന്നു പോകുന്നു. അങ്ങനെ അത് ആ കടയിൽ തന്നെ അറിയാതെ വെച്ച് മറന്നു പോവുകയും പിള്ളയും രാഘവൻ നായരും അവരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. അപ്പോഴാണ് മറ്റൊരു ഓട്ടോയിൽ ശാലിനിയുടെ വീട്ടിലേക്ക്, കുടുംബശ്രീയിലേക്ക് ശാരദാമ്മയും ശാരികയും ശ്യാമയും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി മടങ്ങിയെത്തിയത്. ശാരികയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്യാമയോട് പറഞ്ഞ് ഓട്ടോക്കാരന് പണം കൊടുത്ത് പറഞ്ഞയച്ചു കഴിയുമ്പോഴേക്കും തൊട്ടു പിന്നാലെ ശാലിനിയുടെ കാർ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടു. ഇതെന്താ ഈ സമയത്ത് എന്ന് സംശയത്തോടെ ശാരദാമ്മ നോക്കി നിൽക്കുമ്പോൾ കാറിൽ നിന്ന് വന്നിറങ്ങിയ ശാലിനി ഡ്രൈവറോട് കാറ് പൊയ്ക്കൊള്ളാനായിട്ട് പറഞ്ഞയച്ചതിന് ശേഷം വേഗം ശ്യാമയുടെയും ശാരികയുടെയും മുഖത്തേക്ക് നോക്കി ശാലിനി ഇങ്ങനെ നിന്നു. ഉടനെ ശാരദാമ്മ ചോദിച്ചു, അല്ല മോളെ, നീ എന്താ ഇപ്പൊ ഈ സമയത്ത് വന്നത്? ഇന്ന് ജോലിക്കൊന്നും പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്ന് ലീവാ, വീട്ടിൽ പറയാതാ പോകുന്നത്. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യം എന്നുള്ള സംശയത്തിൽ ശാരദാമ്മ ശാലിനിയെ നോക്കിയപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ശ്യാമയെയും ശാരികയെയും ശാലിനി ഒന്ന് നോക്കി. അവർ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ അവർക്ക് പറയാനുള്ള, ശാരദാമ്മയ്ക്കും ശാലിനിക്കുമായി സംസാരിക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് മുന്നിൽ വെച്ച് പറയാൻ കഴിയില്ലാത്തത് കൊണ്ട് ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ശ്യാമേ, നീ വേഗം വാതിൽ തുറന്ന് ശാരികയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ എന്ന് പറഞ്ഞ് ശ്യാമയെയും ശാരികയെയും ശാരദാമ്മ വിദഗ്ധമായി ഒഴിവാക്കി. അവർ രണ്ടുപേരും വാതിൽ തുറന്ന് വേഗം മുറിയിലേക്ക് കയറി പോകുമ്പോഴേക്കും ശാരദാമ്മ ചോദിച്ചു, എന്താ മോളെ, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോഴാണ് ശാലിനി പറഞ്ഞത്, അമ്മേ, ഇനി ആ വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ നാളെ നടക്കാൻ പോകുന്നതേ വെറും ഒരു ആഘോഷം മാത്രമല്ല, കല്യാണം തന്നെയാണ് അവിടെ നടത്താൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. വിഷ്ണുവേട്ടനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞാൻ എങ്ങനെയാമേ ഒരു നാടകത്തിനാണെങ്കിൽ പോലും, ഇങ്ങനെ ഒരു നാടകമായിട്ട് പോലും ഇങ്ങനെ പോയി നിൽക്കാൻ കഴിയുന്നത്? അതിനെൻ്റെ മനസ്സനുവദിക്കില്ല. ഇങ്ങനെ പോയാൽ ഞാൻ ചത്തുകളയും, അതല്ലാതെ വേറെ പോംവഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി ആകെ ദേഷ്യത്തോടെ ഉമ്മറത്തേക്ക് ചെന്നിരിക്കുന്ന കണ്ടപ്പോൾ ശാരദമ്മ പിന്നാലെ അവിടേക്ക് എത്തി. എടി മോളെ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? അല്ല, അവിടെ ഇപ്പോൾ രാഘവേട്ടന് മാത്രമല്ലേ സ്വബോധം ഇല്ലാതെ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും സത്യങ്ങൾ അറിയാമല്ലോ. സത്യാമ്മയ്ക്ക് ഈ കാര്യം വേണ്ടെന്ന് വെച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, അമ്മേ, സത്യാമ്മയ്ക്കും മറ്റുള്ളവർക്കും ഒക്കെ അച്ഛൻ്റെ ഈ തീരുമാനത്തെ എതിർക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതെങ്ങനെയെങ്കിലും മുടക്കാമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എങ്ങനെ മുടക്കാമെന്ന് മാത്രം അവർക്കാർക്കും അറിയില്ല. അതാണ് സത്യം. ഇപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ അച്ഛൻ്റെ ഇഷ്ടത്തിനൊപ്പം തുള്ളാൻ മാത്രമേ അവിടെയുള്ളവർക്ക് ഇപ്പോൾ കഴിയുന്നുള്ളൂ. അല്ലാതെ ആർക്കും അച്ഛനോട് എതിർക്കാനോ അച്ഛൻ്റെ ഈ തീരുമാനം നടപ്പിലാക്കാതിരിക്കാൻ എന്തെങ്കിലും പോംവഴി കണ്ടെത്താനോ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്തായാലും വിഷ്ണുവേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞാൻ ആ സ്ഥാനത്ത് മറ്റൊരാളുടെ പേര് പോലും ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല. ആ നിലയ്ക്ക് വിഷ്ണുവേട്ടൻ്റെ സ്ഥാനത്ത് വേറൊരാളെ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലമ്മേ.
എനിക്ക് അങ്ങനെ മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാനാവില്ലെന്ന് പറഞ്ഞ് ശാലിനി സങ്കടത്തോടെ ശാരദാമ്മയോട് തൻ്റെ വിഷമങ്ങൾ അറിയിച്ചു. എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് പറഞ്ഞ് ശാലിനി ശാരദാമ്മയോട് ഒരു പോംവഴി കണ്ടെത്തി തരാൻ പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു, എടി മോളെ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടേക്ക് പോകാതിരുന്നാൽ മറ്റുള്ളവരുടെ ഇടയിൽ സംശയം ഏറുകയുള്ളൂ. അതുകൊണ്ട് 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 അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ശാലിനി ദേഷ്യത്തോടെ ശാരദാമ്മയോട് ചോദിച്ചു. മറ്റുള്ളവർ പറയുന്നത് പോലെ അമ്മയും എന്നോട് സംസാരിക്കുകയാണോ? അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത് ഞാനും അവർക്കൊപ്പം ആ നാടകത്തിൽ പങ്കുചേരണമെന്നാണോ? അമ്മേ, ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ്. എൻ്റെ മനസ്സിൽ ചില മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട്. അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ഓർമ്മകളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. അതൊക്കെ എന്നെ ഞാനാക്കി നിലനിർത്തുന്നതാണ്. അതില്ലാതാക്കാൻ എനിക്ക് കഴിയില്ല. ആ ഓർമ്മകളും എൻ്റെ അത്തരം നിശ്ചയങ്ങളുമാണ് എന്നെ നിലനിർത്തുകയും എന്നെ ഞാനാക്കുന്നതും. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ എനിക്കാവില്ലമ്മേ. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോവില്ല. അതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ വിഷ്ണുവേട്ടനെ മറന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എപ്പോഴും എൻ്റെ കൂടെയുള്ളത് എൻ്റെ വിഷ്ണുവേട്ടൻ മാത്രമാണെന്ന് പറഞ്ഞ് ശാലിനി സങ്കടത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ ശാരദാമ്മ ശാലിനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ മുറ്റത്തേക്ക് വന്നു നിന്നു. അത് ആരാണെന്ന് സംശയപ്പെട്ട് നോക്കുമ്പോൾ ഓട്ടോയിൽ നിന്ന് പുഞ്ചിരിയോടെ രാഘവൻ നായർ പുറത്തേക്ക് ഇറങ്ങി. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും പിള്ളയും തൊട്ടു പിന്നാലെ ഇറങ്ങി. ഈ സമയത്ത് രാഘവൻ നായർ ഓട്ടോക്കാരനോട് പറഞ്ഞു, അതെ, താനൊന്ന് വണ്ടി തിരിച്ചിട്ടോ, നമുക്കിപ്പോൾ തന്നെ പോകാം, അധികം താമസിക്കില്ല എന്ന് പറഞ്ഞ് രാഘവൻ നായർ വേഗം അവിടേക്ക് നടന്നു. സത്യ ഇത് കണ്ട് ശാരദാമ്മ വേഗം പുറത്തേക്ക് വന്നതും രാഘവൻ നായർ പറഞ്ഞു, അതെ, അകത്തേക്ക് കയറിയിരിക്കാനും ചായ കുടിക്കാനും ഒന്നും ക്ഷണിക്കണ്ട കേട്ടോ, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോകണം, ഞാനിപ്പോ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ ചോദിച്ചു, അല്ല രാഘവേട്ടാ, ഇപ്പോ ഈ ചടങ്ങ് നടത്തണോ? വിഷ്ണുവിന്റെ ശാലിനിയുടെയും പേരിൽ ക്ഷേത്രത്തിൽ പോയൊരു പൂജ കഴിപ്പിച്ചാൽ പോരെ? അതല്ലാതെ ഇത്രയും വലിയൊരു ആഘോഷത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, അതല്ല ശാരദാമ്മേ, ഇവിടെ ഇപ്പോ ഇങ്ങനൊരു ആഘോഷം നടത്തുന്നതിൽ ആർക്കാ എതിർപ്പുള്ളത്? അതെ, ഇവരുടെ രണ്ടുപേരുടെയും വിവാഹ വാർഷികം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഒരുപക്ഷെ അടുത്ത വിവാഹ വാർഷികത്തിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാ അതിനുള്ള സൂചനയൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനുള്ള സൂചന ഏകദേശമൊക്കെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. കിട്ടിയിരിക്കുന്ന വേറൊന്നുമല്ല, യമലോകത്തുനിന്ന് തന്നെയാ. അതുകൊണ്ടാണ് ഈ തവണത്തെ ഈ വിവാഹ വാർഷികം ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ രാഘവൻ നായർ പറയുമ്പോൾ അതെല്ലാം കേട്ട് ആകെ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു ശാലിനി. ശാരദാമ്മ എന്ത് പറഞ്ഞ് ഇതിൽ നിന്ന് രാഘവൻ നായരെ പിന്തിരിപ്പിക്കുമെന്നറിയാതെ തല പുകച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അതെ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇതുവരെ കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇനിയെങ്കിലും അവർ സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കണം. അതിനു വേണ്ടിയാ ഇങ്ങനൊരു ചടങ്ങ് ഞാൻ നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞ് രാഘവൻ നായർ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ശ്യാമയും പുറത്തേക്ക് ഇറങ്ങി വന്നു. രാഘവൻ നായർ വന്നത് കണ്ട് എന്താ കാര്യം എന്നറിയാനായി ശ്യാമയും അതെല്ലാം കാതോർത്തങ്ങ് നിൽക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, അതെ, ഇനി ആരൊക്കെ എന്തൊക്കെ എതിർപ്പുകൾ പറഞ്ഞാലും ശരി, ഈ ചടങ്ങ് ഞാൻ നടത്തിയിരിക്കും. വളരെ ഗംഭീരമായി തന്നെ ഞാൻ ഈ ആഘോഷം നടത്തും എന്ന് പറഞ്ഞ് രാഘവൻ നായർ തന്റെ തീരുമാനം അറിയിച്ചങ്ങ് നിൽക്കുമ്പോഴേക്കും ശാലിനി വേഗം ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, നാളെ എനിക്ക് എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില മീറ്റിങ്ങുകളുണ്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ കഴിയില്ല അച്ഛാ എന്ന് പറഞ്ഞ് ശാലിനി ഗൗരവത്തോടെ നിൽക്കുമ്പോൾ രാഘവൻ നായരുടെ മുഖമാകെ വല്ലാതായത് കണ്ട് ശാരദാമ്മ പറഞ്ഞു, കണ്ടില്ലേ രാഘവേട്ട, ജോലിയുടെ തിരക്ക് മോൾക്കുണ്ട്, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, ഓ അത് ശരിയാ, ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യങ്ങളാണല്ലോ വലുത്, അവരവരുടെ തീരുമാനങ്ങളും അതാണല്ലോ എല്ലാവർക്കും പ്രധാനം, അവരവരുടേതായ തിരക്കുകളും ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ തീരുമാനിച്ച കാര്യം എനിക്ക് നടപ്പിലാക്കണം. ഇനി അത് നടപ്പിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ രാഘവൻ നായരെ ആരും കാണില്ല, അത് തീർച്ച എന്ന് പറഞ്ഞ് രാഘവൻ നായർ അങ്ങനെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ ശാരദാമ്മയും ശാലിനിയും ആകെ ഞെട്ടലോടെ രാഘവൻ നായരെ നോക്കി. അച്ഛ എന്നുറക്കെ ശാലിനി വിളിച്ചപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അതേ മോളെ, ഈ അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഇതിൽ പങ്കെടുത്തിരിക്കും എന്ന് പറഞ്ഞ് രാഘവൻ നായർ ഗൗരവത്തോടെ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. എന്നിട്ട് ശാരദാമ്മയോട് പറഞ്ഞു, ശാരദാമ്മേ, ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അറിയാവോ? നാളത്തെ ചടങ്ങിന്റെ കാര്യത്തിനുള്ള ഭക്ഷണത്തിന്റെ കാര്യം പറയാനാണ്. ഒരു 50 പേർക്കുള്ള ഊണ് റെഡിയാക്കണം എന്ന് പറഞ്ഞതും ശാരദാമ്മ ഞെട്ടി. അയ്യോ രാഘവേട്ട, 50 പേർക്കോ എന്ന് ചോദിച്ചപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ആ അതെ, 3 കൂട്ടം പായസം വേണം, പരിപ്പും പപ്പടവും പഴവും ഒക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു, അയ്യോ രാഘവേട്ട, എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നാളെ വന്ന് പങ്കെടുക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ശാരിക്ക് സമയം എടുത്തിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒറ്റയ്ക്ക് അവളെ ഇട്ടിട്ട് എങ്ങോട്ടും എനിക്ക് മാറാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന്
ശാരദാമ്മ പറഞ്ഞപ്പോഴേക്കും രാഘവൻ പറഞ്ഞു, ഓ അപ്പോൾ എൻ്റെ കാര്യം കൈ ഒഴിഞ്ഞു അല്ലേ? സാരമില്ല ശാരദാമ്മേ, ഞാൻ മറ്റാരെങ്കിലും ഏർപ്പാട് ചെയ്തോളാം എന്ന് രാഘവൻ നായർ പരിഭവത്തോടെ പറയുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, അയ്യോ രാഘവേട്ട, മനഃപൂർവ്വം അല്ല എന്ന് പറഞ്ഞതും. കുഴപ്പമില്ല ശാരദാമ്മേ, എന്നാ വാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശാലിനിയെ വിളിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, അയ്യോ അച്ഛൻ ഞാൻ വന്നോളാം, അച്ഛനിപ്പോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ശാലിനി പോകാതിരിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും രാഘവൻ നായർ ബലമായി ശാലിനിയെ വിളിച്ചു. മോളിങ്ങി വന്നേ എന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ച് വലിച്ച് ഓട്ടോയ്ക്കരികിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ശാരദാമ്മയോട് പറഞ്ഞു, ശാരദാമ്മേ ഞാൻ മോളെ അങ്ങ് കൊണ്ടുപോകാം കേട്ടോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ബലമായി ഓട്ടോയിലെ ശാലിനിയെ പിടിച്ചു കയറ്റി. എന്നിട്ട് രാഘവൻ നായർ കയറാൻ തുടങ്ങിയപ്പോഴേക്കും പിള്ളേ അവിടെ നിൽക്കുന്നത് കണ്ട് രാഘവൻ നായർ ചോദിച്ചു, അല്ല പിള്ളേ താനെന്തോടെ വരുന്നില്ലേ, ഒന്ന് കയറോ എന്ന് പറഞ്ഞ് ഓട്ടോയിലേക്ക് പിള്ളയെ പിടിച്ചു കയറ്റി. അപ്പോഴേക്കും ശാലിനി അകത്തേക്ക് കയറിയിരുന്നു കഴിഞ്ഞ് രാഘവൻ നായർ കയറിയിരുന്നപ്പോഴേക്കും രാഘവൻ നായരോട് ശാലിനി പറഞ്ഞു, അയ്യോ അച്ഛൻ എൻ്റെ മൊബൈൽ ഫോൺ ഞാനത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും രാഘവൻ നായർ ശാലിനിയെ ഓട്ടോയിൽ തന്നെ പിടിച്ചിരുത്തി. മോൾ ഇവിടെ ഇരുന്നേ, ഫോണൊക്കെ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് രാഘവൻ നായർ ശാരദാമ്മയെ വിളിച്ചു. ശാരദാമ്മേ, മോളുടെ ഫോണ് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ അവിടെ സിറ്റൗട്ടിൽ നിൽക്കുന്ന ശ്യാമയോട് പറഞ്ഞു, ഇടി മോളെ ആ ഫോൺ ഇങ്ങെടുത്തുക. വേഗം ശ്യാമ ഓടിച്ചെന്ന് ഫോൺ എടുത്ത് അത് രാഘവൻ നായരെ ഏൽപ്പിച്ചു. രാഘവൻ നായർ അത് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പോൾ ശാരദാമ്മേ ഞങ്ങൾ ഇറങ്ങും കേട്ടോ, അപ്പം നാളത്തെ കാര്യം മറക്കണ്ട, നാളെ തീർച്ചയായിട്ടും അങ്ങ് എത്തിയേക്കണം, പ്രത്യേകിച്ച് ക്ഷണമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ യാത്ര പറഞ്ഞ് ശാലിനിയുമായിട്ട് പോകുമ്പോൾ ശാരദാമ്മ ആകെ നിരാശയോടെ നോക്കി നിന്നു. ഇത് കണ്ടതോടെ ശ്യാമ അരികിൽ നിന്ന് ചോദിച്ചു, അപ്പോൾ നാളെ എന്തായാലും ആ വെഡിങ് ആനിവേഴ്സറി നടക്കുമല്ലേ അമ്മേ എന്ന് ശ്യാമ ചോദിക്കുമ്പോഴേക്കും അത് കേട്ട് കലിയിളകിയ ശാരദാമ്മ പറഞ്ഞു, കയറി പൊടിയകത്ത്, അവളുടെ ഒരു വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞ് ശാരദാമ്മ ആകെ സങ്കടത്തോടെ ഇതെങ്ങനെ ഈ ഒരു പ്രശ്നത്തെ ശാലിനി തരണം ചെയ്യുമെന്നറിയാതെ ആകെ അങ്കലാപ്പോടെ ശാരദാമ്മ അങ്ങനെ നിന്നു. അപ്പോഴാണ് വീട്ടിലേക്ക് ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് ശാലിനിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന രാഘവൻ നായർ ശാലിനിയുടെ തീരുമാനം മനസ്സിലാക്കിയതുപോലെ ശാലിനി അവിടെ നിർത്താൻ പോലും അനുവദിക്കാതെ നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടുപോയത്. അപ്പോഴാണ് കമലിനും ശിവനും കൂടി പ്രകാശിനെ കാണുവാനായി പ്രകാശ് താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയത്. ശിവൻ തീരുമാനങ്ങൾ അറിയിച്ചു കഴിയുമ്പോഴേക്കും പ്രകാശ് ചോദിച്ചു, അല്ല ശിവേട്ട, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്ന് പറഞ്ഞതും എന്തവസ്ഥ? എടോ, തന്നെ കാണാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നത് പോലും എൻ്റെ പെങ്ങളുടെ ആവശ്യപ്രകാരമാണ്. അവൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവള് അച്ഛനോടും എതിർത്ത് നിൽക്കുക. നിനക്കറിയാവല്ലോ, അച്ഛന് എന്നേക്കാളേറെ ഇഷ്ടം അവളോടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ആഗ്രഹിച്ച വിവാഹത്തിനോട് അവൾ എതിർപ്പ് കാണിച്ചപ്പോൾ അച്ഛനൊരല്പം വാശിയായി. അതുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞപ്പോൾ കമലം പറഞ്ഞു, അതേ പ്രകാശേ, ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? എത്രയും വേഗം നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്തണം. അതിന് ഞങ്ങളൊപ്പമുണ്ട്. അക്കാര്യം സംസാരിക്കാനാ ഞങ്ങളിപ്പോൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രകാശ് പറഞ്ഞു, അല്ല ഇപ്പോൾ ഇങ്ങനെ അച്ഛനെ ഇടഞ്ഞു നിൽക്കുന്ന സ്ഥിതിക്ക് ചന്ദ്രയുടെ അച്ഛൻ ഒന്ന് മയപ്പെടുന്നത് വരെ കുറച്ചുനാൾ കഴിഞ്ഞ് എന്ന് പറഞ്ഞതും ഇത് കേട്ടതോടെ ശിവനാകെ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എന്താ? അച്ഛൻ ഇങ്ങനെയൊന്ന് തീരുമാനിച്ചപ്പോൾ ചെറിയ രീതിയിലൊന്ന് അച്ഛൻ്റെ സ്വഭാവം ഒന്ന് കാണിച്ചു തുടങ്ങിയപ്പോഴേക്കും നിന്റെ മുട്ട് വിറച്ചങ്ങ് തുടങ്ങി അല്ലേ? നീ എന്താ കരുതിയത്? മാണിക്കോത്ത് മഹേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നാ നിന്റെ വിചാരം? അതെ, എന്തിനും പോകുന്ന ശൗര്യവും തൻ്റെ ഉള്ള ആളാണ് ഈ മാണിക്കോത്ത് മഹേന്ദ്രൻ എന്ന് പറയുന്ന ആള്. സത്യത്തിൽ നാട്ടുകാർ പറയാറുള്ളതേ, ആ അച്ഛൻ്റെ നാലിലൊന്ന് അംശം പോലും, നാലിലൊന്ന് സ്വഭാവം പോലും എനിക്കില്ല, ധൈര്യമില്ല എന്നാണ്. അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മഹേന്ദ്രൻ ശരിക്കും മനസ്സറിഞ്ഞങ്ങ് ഇറങ്ങി പുറപ്പെട്ടാൽ എന്താകും സ്ഥിതി എന്നുള്ള കാര്യം. എന്നിട്ടിപ്പോൾ നിനക്കിപ്പോഴേ മുട്ട് വരച്ചു തുടങ്ങിയെന്നോ? എടാ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പോലും അതിന് ഒരു കാര്യമാണ് പ്രധാനമായിട്ട് വേണ്ടത്. അതെ, വളയാത്ത നട്ടല്. അതുണ്ടെങ്കിൽ മാത്രമേ മഹേന്ദ്രൻ്റെ മകളെ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന കമലൻ ചോദിച്ചു, എൻ്റെ ആശാനെ, ഈ നട്ടലില്ലാത്തവനെ ഇവന് വേണ്ടിയാണോ ആശാനെ നമ്മൾ ഈ കണ്ട ഓട്ടോ അല്ല ഓടിയത് എന്ന് ചോദിച്ച് കമലൻ ബഹളം വെക്കുമ്പോഴേക്കും ശിവൻ പറഞ്ഞു, എടാ, നിന്റെ പിന്നാലെ ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അറിയാവോ? എൻ്റെ പെങ്ങളുടെ ആഗ്രഹം. അവൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒപ്പമാണെന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചത് കൊണ്ട്, അല്ല എങ്കിൽ അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കടുങ്കൈക്കെല്ലാം ഞാനും തയ്യാറെടുത്തിറങ്ങിയത്. എടാ, അവളെ ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് ബലമായി പിടിച്ചിറക്കി ഞാനിപ്പോൾ മറ്റൊരിടത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയോ? അതും നിന്നെ വിശ്വസിച്ചാണ് അവൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്, സ്വന്തം അച്ഛനെയും കുടുംബത്തെയും എതിർത്ത് തന്നെ. നിനക്കറിയോ, അച്ഛൻ എന്നേക്കാളേറെ സ്നേഹിച്ചത് ചന്ദ്രയായിരുന്നു. അതുകൊണ്ടാണ് അവളിൽ നിന്ന് ഇങ്ങനെയൊരു മാറ്റം കണ്ടപ്പോൾ അച്ഛനെ വല്ലാതെ തളർത്തി കളഞ്ഞതും അച്ഛൻ ഈ രീതിയിലൊക്കെ പ്രതികരിച്ചതും.
അപ്പോഴേക്കും പ്രകാശ് പറഞ്ഞു, അല്ല ശിവേട്ടാ, ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇത്രയൊക്കെ ദേഷ്യത്തിൽ അച്ഛൻ നിൽക്കുമ്പോൾ അച്ഛനൊന്ന് മയപ്പെട്ടിട്ട് കുറച്ചുകൂടി ഒരു സാവകാശം കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, എടാ ഒരു ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശിവൻ പ്രകാശിന് നേരെ കൈ ഉയർത്തി. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടത്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നീ ഈ പേടിച്ച് ഭീരുവിനെ പോലെ ഒഴിഞ്ഞു മാറി ഒടുവിൽ എൻ്റെ പെങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും പിന്നെ നിന്നെ എൻ്റെ അച്ഛൻ ഇല്ലാതാക്കുമെന്നല്ലേ പറഞ്ഞത്. അച്ഛനത് പറയുകയുള്ളൂ, എന്നാലേ അത് നടപ്പിലാക്കുന്നത് ഈ ശിവനായിരിക്കും, അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞ് ശിവൻ പ്രകാശിനെ ഭീഷണിപ്പെടുത്തി. പ്രകാശ് അത് കേട്ടതും ശിവനോട് പറഞ്ഞു, അല്ല ശിവേട്ട, ഇപ്പൊ തന്നെ എൻ്റെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞാണ് ചന്ദ്രയുടെ അച്ഛൻ നടക്കുന്നത്, അതുകൊണ്ട് എന്ന് പറഞ്ഞതും ഉടനെ ശിവൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം നീ ഓർത്തോ, എൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ വിശ്വരൂപം കണ്ടിരുന്നെങ്കിൽ നീ നിന്റെ ഈ ജോലി പോലെ ഉപേക്ഷിച്ച് ഈ നാടും വിട്ടു പോയേനെ. അടുത്തുനിന്ന് കമലൻ ചോദിച്ചു, അല്ല ശാനെ, ഒരു കാര്യം ചെയ്താലോ, ഇവരുടെ വിവാഹം നടത്തി കഴിഞ്ഞ് ഇവർ ഈ നാട്ടിൽ നിന്നാലല്ലേ പ്രശ്നമുള്ളൂ, ഇവരെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പറഞ്ഞയച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇത് കേട്ട് തന്നെ ശിവൻ പറഞ്ഞു, എടാ, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനോ നടപ്പിലാക്കണമെങ്കിലും പോലും അക്കാര്യത്തിന് തയ്യാറായി ഇവനൊരു ഉറച്ച മനസ്സുണ്ടാവേണ്ടേ, ഇവനൊരു ഉറച്ച തീരുമാനം വേണ്ടേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ പെങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കാനാണ് നിന്റെ നീക്കമെങ്കിൽ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല, മനസ്സിലാക്കിയോ എന്ന് പറഞ്ഞ് കമലിനെ വിളിച്ച് അവിടെ നിന്ന് വണ്ടിയും എടുത്ത് ശിവൻ പോകുമ്പോൾ പ്രകാശ് എന്ത് തീരുമാനത്തിലെത്തണമെന്നറിയാതെ ആകെ വിഷമിച്ചു നിന്നു. അപ്പോഴായിരുന്നു ശാലിനിയെ വിളിച്ചുകൊണ്ട് രാഘവൻ നായർ പിള്ളയോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് വന്നെത്തിയത്. ഓട്ടോയിൽ വന്നിറങ്ങിയ രാഘവൻ നായർ മുറ്റത്തെല്ലായിടത്തും ഒന്ന് പരതി. അല്ല, അവനിതുവരെ വന്നില്ലേ? വിഷ്ണു, ജീപ്പ് ഇവിടെ കാണുന്നില്ലല്ലോ, അവനെന്താ വരാത്തത് എന്ന് സംശയപ്പെട്ട് രാഘവൻ നായർ വേഗം അകത്തേക്ക് കയറാൻ തുടങ്ങി. പിള്ള സഹായിക്കാനായി ചെന്നപ്പോഴേക്കും ഇയാളുടെ ഒരു സഹായം വേണ്ട, ഏത് നേരമുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രാഘവൻ നായർ ഭാമയെ വിളിച്ചു. ഭാമയെ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ഹാളിൽ നിന്ന് സത്യാമ്മ എന്താ കാര്യം എന്നറിയാനായി പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, അല്ല, ഇവിടെയെങ്ങും ആരും ഇല്ലെന്ന് തോന്നുന്നല്ലോ, ഒരു ഒച്ച എനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ വേഗം അവിടെ ഹാളിലേക്ക് ചെന്നു. അപ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു, ആഹാ, ഇനി എത്തിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും രാഘവൻ നായർ സന്തോഷത്തോടെ സത്യാമ്മയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, ആ ഭാമേ, ഞാൻ കൈയോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നു ശാലിനി ശാരദാമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. എന്തായാലും നാളത്തെ ചടങ്ങില് ഗംഭീരമാകണമെങ്കിൽ അതിന് ശാലിനി മോൾ ഇവിടെ വേണമല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഒരു അമാന്തം വേണ്ട എന്ന് കരുതി ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് സത്യാമ്മ ചോദിച്ചു, രാഘവേട്ട ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? രാഘവേട്ടൻ എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? നാളത്തെ ആ ചടങ്ങ് നടത്തണമെന്ന് എന്താ ഇത്ര നിർബന്ധവും വാശിയും എന്ന് ചോദിച്ച് സത്യമ്മ ദേഷ്യപ്പെടുമ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല, ഞാൻ എടുത്ത തീരുമാനം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് രാഘവൻ നായർ അങ്ങനെ ഗൗരവത്തിൽ നിൽക്കുമ്പോൾ ഉടനെ സത്യാമ്മ ശാലിനെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല, ശാരികയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് അന്വേഷിച്ചപ്പോഴേക്കും എല്ലാവർക്കും അവരവരുടെ വാശി ജയിക്കണം, അതാണല്ലോ പ്രധാനം, അതിനുവേണ്ടി ഓരോരുത്തരും അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ ശാരികേച്ചി അങ്ങനെ തന്നെയെന്ന് പറഞ്ഞ് ശാലിനി എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു മറുപടി നൽകിയപ്പോൾ സത്യാമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഉടനെ രാഘവൻ നായർ ചോദിച്ചു, അല്ല ഭാമേ, അവൻ എവിടെ? വിഷ്ണു, അവനിങ്ങ് വന്നില്ലേ, അതോ വന്നിട്ട് എങ്ങോട്ടെങ്കിലും പോയോ എന്ന് സത്യാമ്മയോട് രാഘവൻ നായർ അന്വേഷിച്ചു. ഉടനെ സത്യഭാമ പറഞ്ഞു, അത് പിന്നെ വണ്ടി റെഡിയായി വരണ്ടേ, വണ്ടി നന്നാക്കി കിട്ടാത്തതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് പറഞ്ഞ് സത്യാമ്മ ഒരു ഒഴുക്കം മട്ടിൽ മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും ശാലിനി അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ രാഘവൻ നായർ ചാടി എഴുന്നേറ്റു. മോളെ ശാലിനി, നിന്നേ, നിങ്ങൾ രണ്ടുപേരും രാവിലെ ഒന്നിച്ചല്ലേ ഇവിടെ നിന്ന് പോയത്? അല്ല, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, രണ്ടുപേരും തമ്മിൽ ഒരു മിണ്ടാട്ടവും ഇല്ല, ഒരുമിച്ചൊരു യാത്രയില്ല, കുട്ടികളെയും കൂട്ടി എങ്ങും പുറത്തും പോകുന്നില്ല, എന്താ ശരിക്കും സംഭവിച്ചത്? നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം? വിഷ്ണുവായിട്ട് പണക്കത്തിലാണോ മോള് എന്നൊക്കെ രാഘവൻ നായർ അന്വേഷിച്ചപ്പോൾ അടുത്ത് നിന്ന് സത്യാമ്മ പറഞ്ഞു, എൻ്റെ രാഘവേട്ട, വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് അവനത് നന്നാക്കാൻ പോയതല്ലേ, അവനത് നന്നാക്കിയിട്ട് വന്നോളും, രാഘവേട്ടൻ എന്തിനാ ഇങ്ങനെ ശാലിനിയെ വെറുതെ ചോദ്യം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, അതല്ല, എനിക്കറിയാം, 2-3 ദിവസമായി ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. മോളെ, നാളെ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയും പ്രശ്നവുമായിട്ട് മുന്നോട്ട് പോകണ്ട, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് അച്ഛനോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സത്യാമ്മ പറഞ്ഞു, എൻ്റെ രാഘവേട്ടൊന്നും മിണ്ടാതിരിക്കുക, അവർക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല, മോള് പോയി വേഗം ഫ്രഷ് ആയിക്കുക എന്ന് പറഞ്ഞ് ശാലിനിയെ രക്ഷപ്പെടുത്തി വിടാൻ സത്യാമ്മ ശ്രമിക്കുമ്പോഴേക്കും ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു,
പോകാൻ വരട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞേ. എവിടെ വിഷ്ണു? വിഷ്ണു എവിടെയെന്നാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശബ്ദം ഉയർത്തി. ഉടനെ ശാലിനി പറഞ്ഞു, അത് പിന്നെ അച്ഛാ, അച്ഛാ എന്ന് പറഞ്ഞ് മറുപടി പറയാൻ മടി കാണിക്കുമ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ആ അത് തന്നെ, അത് തന്നെ. അപ്പോൾ അവൻ എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? എല്ലാവരും മനഃപൂർവ്വം കരുതിക്കൂട്ടി എന്നെ തോൽപ്പിക്കാൻ നോക്കുക അല്ലേ? എൻ്റെ ആഗ്രഹവും തീരുമാനത്തിനും ഒന്നും ഇവിടെ ആരും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഞാൻ രണ്ടുപേരോടും കൂടി രാവിലെ പറഞ്ഞതല്ലേ നേരത്തെ ഇങ്ങ് എത്തണമെന്ന്. ഉടനെ പിള്ള പറഞ്ഞു, സാറേ അത് പിന്നെ വിഷ്ണു കുഞ്ഞിങ്ങ് വന്നോളും എന്ന് പറഞ്ഞതും, വേണ്ടോ താനൊന്നും പറയണ്ട. തന്നോടെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ തീരുമാനങ്ങൾക്കൊപ്പവും ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇവിടെ നിൽക്കണം എന്നാണ്. താൻ ഇവിടുത്തെ കാര്യസ്ഥനല്ലേ? എന്നിട്ടോ താൻ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നുമില്ലല്ലോ. പിന്നെ തനിക്ക് തോന്നുന്ന കാര്യങ്ങളല്ലേ താൻ ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ പിള്ളയുടെ നേരെ തട്ടിക്കയറി. ഇത് കേട്ടതും സത്യാമ്മ പറഞ്ഞു, എൻ്റെ രാഘവേട്ട, വെറുതെ ആ പിള്ളയുടെ നേരെ ഇങ്ങനെ ചൂടാവുന്നത് എന്തിനാ? അവൻ വരാത്തതിൻ്റെ പേരിൽ എന്തിനാ പിള്ളയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, അതെ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കുക അല്ലേ? എൻ്റെ മോനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനെ അവനെ ഞാൻ കണ്ടുപിടിച്ചോളാം. എവിടെ കൊണ്ട് നിങ്ങൾ ഒളിപ്പിച്ചാലും ശരി, എൻ്റെ മോനെ കണ്ടുപിടിക്കാനേ എനിക്കറിയാം. നിങ്ങളാരും അന്വേഷിക്കേണ്ട. അവനെ ഞാൻ തേടി കണ്ടുപിടിച്ചുകൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവനുള്ളിടത്ത് പോയി ഞാൻ എൻ്റെ മോനെ വിളിച്ചോണ്ട് വരും. ഇല്ലെങ്കിലേ ഈ രാഘവൻ നായർ അങ്ങ് മരിക്കും. ഞാൻ അവനെ കണ്ടില്ലെങ്കിലേ റെയിൽവേ ട്രാക്കിൽ ആദ്യം വരുന്ന ആ ട്രെയിന് മുന്നിൽ ഞാൻ ചാടും. അപ്പോഴെങ്കിലും എന്നെ കാണാനായിട്ട് എൻ്റെ മോൻ വരുമല്ലോ. എൻ്റെ ചിത കത്തിക്കാനെങ്കിലും അവൻ എത്തുമല്ലോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ വേദനയോടെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ശാലിനിയും സത്യാമ്മയും ആകെ ടെൻഷനിലായി. പിള്ള കൂടെ ചെല്ലുമ്പോഴേക്കും ശാലിനി വിഷമത്തോടെ സത്യാമ്മയോട് പറഞ്ഞു, സത്യാമ്മ എങ്ങനെയെങ്കിലും അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഒന്ന് സമാധാനപ്പെടുത്തുക എന്ന് പറഞ്ഞ് സത്യാമ്മയെ രാഘവൻ നായരുടെ പിന്നാലെ ശാലിനി പറഞ്ഞയച്ചു. എത്ര പറഞ്ഞാലും അച്ഛനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ശാലിനി ആകെ സങ്കടത്തോടെ സത്യാമ്മയോട് അങ്ങോട്ട് ചെല്ലാൻ പറയുമ്പോഴേക്കും ഫോൺ അവിടെ വെച്ച് ശാലിനിയും സത്യാമ്മയുടെ പിന്നാലെ സിറ്റൗട്ടിലേക്ക് എത്തി. രാഘവൻ നായർ പുറത്തു പോകാനായി നിർബന്ധം പിടിക്കുമ്പോൾ പിള്ള പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, വേണ്ട, ആരും എന്നെ പിടിച്ചു നിർത്താൻ നോക്കണ്ട. ഞാൻ പോയേ എൻ്റെ മോനെ വിളിച്ചോണ്ട് വന്നോളാം. എൻ്റെ മോനെ ഇവിടെ ഉണ്ടാവണം. അത് ശരി, നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിക്കാൻ നോക്കുകയല്ലേ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ബഹളം വെക്കുമ്പോഴേക്കും ആ ജീപ്പ് വേഗം മുറ്റത്തേക്ക് വന്നു നിന്നു. ജീപ്പിൽ നിന്ന് ആകെ സംശയത്തോടെ എല്ലാവരും അങ്ങനെ സിറ്റൗട്ടിൽ വന്ന് നിൽക്കുന്ന എന്താണെന്ന് സംശയിച്ചുകൊണ്ട് ശിവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് വേഗം അകത്തേക്ക് കയറി വന്ന് രാഘവൻ നായരോട് ചോദിച്ചു, അല്ലച്ചാ, അച്ഛനത് എങ്ങോട്ടാ? അപ്പോഴേക്കും രാഘവൻ നായർക്ക് വലിയ സന്തോഷമായി. ആ, എൻ്റെ മോനെത്തി. എടാ മോനെ വിഷ്ണു എന്ന് പറഞ്ഞ് ശിവനെ അരികിലേക്ക് ചെന്ന് രാഘവൻ നായർ ശിവനെ വിളിച്ചു. ഉടനെ ശിവൻ രാഘവൻ നായരെ നോക്കിയിട്ട് ചോദിച്ചു, എന്താ അച്ഛാ? അതെ, ഇവരെല്ലാവരും കൂടിയേ എൻ്റെ മോൻ ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞ്, അതോ എൻ്റെ മോൻ ഇവരെല്ലാവരോടും ഇവിടുന്ന് പറഞ്ഞയച്ചതാണോ? എന്താടാ മോനെ നീ വരാൻ വൈകിയത്? നിന്നെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയതാ. എൻ്റെ മോനെ, നിന്നെ കണ്ടില്ലെങ്കിൽ അച്ഛന് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിപ്പോയടാ എന്ന് പറഞ്ഞ് രാഘവൻ നായരാകെ വിഷമത്തോടെ ശിവനെ നോക്കി. എന്ത് പറയണമെന്നറിയാതെ സത്യാമ്മയും ശാലിനി അങ്ങ് നിൽക്കുമ്പോഴേക്കും രാഘവൻ നായർ വേഗം പുറത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, അല്ലട മോനെ, വണ്ടി എപ്പോഴാണ് ശരിയായി കിട്ടിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആകെ സംശയത്തോടെ ശിവൻ പറഞ്ഞു, വണ്ടിയോ? വണ്ടിക്ക് അതിനിപ്പോ എന്താ എന്നിങ്ങനെ സത്യം പറയാനായി ശിവൻ ഒരുങ്ങുമ്പോഴേക്കും പിന്നിൽ നിന്ന് സത്യാമ്മ വിളിച്ചു, അത് പിന്നെ വണ്ടിക്ക് എന്ന് പറഞ്ഞ് രാഘവൻ നായരുടെ കളവ് പറഞ്ഞതാണെന്നുള്ള കാര്യം ആംഗ്യം കാണിച്ച് സത്യാമ്മ ശിവനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ശിവൻ പറഞ്ഞു, ഓ അതേ അച്ഛാ, വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ കംപ്ലൈൻറ്റ് ഞാനങ്ങ് ശരിയാക്കി എന്ന് ശിവൻ മറുപടി നൽകി. ശിവന്റെ വാക്കുകൾ കേട്ടതും രാഘവൻ നായർ അതെല്ലാം കേട്ടങ്ങ് നിൽക്കുമ്പോൾ ശാലിനി ആകെ ദേഷ്യത്തോടെ ശിവനെ നോക്കുകയായിരുന്നു. ദയനീയമായ ശാലിനിയുടെ നോട്ടം കണ്ട് ശിവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, എടാ മക്കളെ, നാളത്തെ ചടങ്ങിൽ നീ ഇവിടെ നിർബന്ധമായും ഉണ്ടാവണം. അതുകൊണ്ട് അച്ഛന് നീ വാക്ക് തരണം. നാളെ മോൻ എങ്ങോട്ടും പോവില്ല എന്ന്. അങ്ങനെ പറഞ്ഞ് രാഘവൻ നായർ ശിവന് നേരെ കൈനീട്ടി. എന്ത് പറയണമെന്നറിയാതെ ശിവനാകെ വിഷമത്തോടെ അവിടെ നിൽക്കുന്ന എല്ലാവരെയും നോക്കുന്നതോടൊപ്പം ശാലിനിയെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, എടാ, ഞാൻ നിന്നോട് വാക്ക് തരാൻ പറഞ്ഞപ്പോൾ നീ എന്തിനാടാ അവളെ നോക്കുന്നത്? നിന്റെ അച്ഛനായി പറയുന്നത്, സത്യം ചെയ്യടാ എന്ന് പറഞ്ഞ് ശിവന് നേരെ രാഘവൻ നായർ ശബ്ദം ഉയർത്തി. അതിനെ ശിവൻ രാഘവൻ നായരുടെ കയ്യിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ച് സത്യം ചെയ്തു. നാളെ ചടങ്ങ് കഴിഞ്ഞേ ഞാൻ എങ്ങോട്ടെങ്കിലും പോവോ? നാളെ ചടങ്ങിന് മുഴുവൻ ഞാനിവിടെ ഉണ്ടാവും എന്ന് ശിവൻ ഉറപ്പ് നൽകുമ്പോൾ ശാലിനി ആകെ വേദനയോടെ തന്നെ ശിവൻ ചതിച്ചല്ലോ എന്ന രീതിയിൽ തൻ്റെ തീരുമാനങ്ങളെയും താൻ ആഗ്രഹിച്ച തൻ്റെ നിലപാടുകളെയും ഒക്കെ കാറ്റിൽ പറത്തിയുള്ള ശിവൻ രാഘവൻ നായരുടെ കയ്യിൽ സത്യം ചെയ്ത് കൊടുത്തത് കണ്ട് ആകെ വേദനയോടെ ശാലിനി നോക്കിയിരുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ രാഘവൻ നായർ തന്നെ ശിവനെ നേരത്തെ തന്നെ അണിയിച്ചൊരുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു.
ശിവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നതും കാത്ത് റൂമിന് വാതിൽക്കൽ തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് ശിവന്റെ അരികിലേക്ക് വേഗം തന്നെ എത്തിച്ചേർന്ന് രാഘവൻ നായർ തന്റെ കയ്യിലിരുന്ന ആ ബോക്സ് എടുത്ത് രാഘവൻ നായർ ശിവനെ ഏൽപ്പിച്ചു. മോന് എത്രയും വേഗം ഇതിട്ടുകൊണ്ട് വേണം ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാനെന്ന് പറഞ്ഞപ്പോൾ ശാലിനി തന്റെ മുറിയിൽ എഴുന്നേറ്റ് നിന്ന് അവിടെ ഇരുന്ന ഷർട്ടും ആ മുണ്ടും എവിടെയെന്ന് ശാലിനി അന്വേഷിച്ചു. വിഷ്ണു അന്ന് മരിക്കുന്നതിന് മുമ്പ് തനിക്ക് വേണ്ടി കണ്ടെത്തിയ ആ വസ്ത്രങ്ങൾ, വിഷ്ണു ഇട്ടുകൊണ്ടിരുന്ന ആ നല്ല വസ്ത്രം അത് കാണാതായതോടെ ഇതെവിടെ പോയെന്ന് സംശയപ്പെട്ട് ശാലിനി അന്ന് വിഷ്ണുവിന്റെ മരണസമയത്ത് വിഷ്ണു ഊരി വെച്ചിരുന്ന ആ മുണ്ടും ഷർട്ടും അത് ആ കവറിൽ തന്നെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നായിരുന്നു. എന്നാൽ അതെടുത്ത് നോക്കിയപ്പോൾ അതിൽ ആ ഷർട്ടും മുണ്ടും കാണാതായതോടെ ശാലിനിക്ക് വല്ലാത്ത ടെൻഷനായി. ഇതെവിടെ പോയി എന്ന് സംശയിച്ചുകൊണ്ട് അതന്വേഷിച്ച് ആരെങ്കിലും എടുത്തോ എന്നറിയാനായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവിടെ ശിവനെ ആ ഷർട്ടും ആ മുണ്ടും ധരിപ്പിച്ച് രാഘവൻ നായർ ശിവനെ നോക്കി പുഞ്ചിരിയോടെ തന്റെ മകൻ സുന്ദരനായ എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ് വളരെ സന്തോഷിച്ചങ്ങനെ രാഘവൻ നായർ ശിവനെ നോക്കി നിൽക്കുമ്പോൾ ഈ കാഴ്ച കണ്ട് സമനില തെറ്റിയ പോലെ തന്റെ വിഷ്ണുവേട്ടൻ്റെതെന്ന് പറയാൻ അവസാനമായി വിഷ്ണു ഉപയോഗിച്ച ആ ഷർട്ടും മുണ്ടും അതിപ്പോ ശിവൻ ധരിച്ചിരിക്കുന്നത് കണ്ട് കലിയിളകി ശാലിനി ശിവന്റെ അരികിലേക്ക് ചെല്ലുന്നു. ഇത് ആര് പറഞ്ഞിട്ട് ഇതിട്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും അടുത്ത് നിന്ന രാഘവൻ നായർ ദേഷ്യത്തോടെ ശാലിനിയോട് ചോദിച്ചു, അത് ശരി, അവന്റെ വസ്ത്രം ഇടുന്നതിന് അവൻ ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്ന അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് താൻ അത് മനസ്സിലാക്കാതെ പ്രതികരിച്ചതിനെ കുറിച്ച് ഓർത്ത് വേദനയോടെ ശാലിനി തലകുനിച്ചു നിൽക്കുന്നു.